ബിശ്ർ ഇബ്നുൽ ഹാരിസ് അൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ബിശ്ർ ഇബ്നുൽ ഹാഫി തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലം അദ്ദേഹം കൊള്ള നടത്തി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അവരെ മോഷണം ചെയ്യുമായിരുന്നു. വലിയ കൊട്ടാരമൊക്കെ ഉണ്ട്, വലിയ വീടുണ്ട്. അപ്പോൾ ആരോ അന്നൊരിക്കലും ഒരു ആരിഫായ അള്ളാഹിൻ്റെ വലിയായൊരു മനുഷ്യൻ ആ വീട്ടിലേക്ക് വന്നു, വാതിൽക്ക് മുട്ടി. അപ്പോൾ ഒരു വേലക്കാരി പെണ്ണ് ബിശ്ർ ഇബ്നുൽ ഹാഫി തങ്ങളുടെ, അന്നത്തെ ബിശ്ർ ഇബ്നുൽ ഹാഫി അല്ല, ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന വലിയൊരു മുതലാളിയാണ്. ആ പെണ്ണ് വാതിൽ തുറന്നു കൊടുത്തു. ഇതാരുടെ വീടാണ്? പറഞ്ഞു ബിശ്ർ ഇബ്നുൽ ഹാരിസ്. ഇത് ഒരടിമയുടെ വീടാണോ അല്ല ഒരു സ്വതന്ത്രൻ്റെ വീടാണോ? അന്ന് അടിമകളും സ്വതന്ത്രരുമുണ്ടല്ലോ. പറഞ്ഞു ബൈത്തു ഖസ്റു ഹുർരിൻ, ഇത് സ്വതന്ത്രനായ ഒരു മനുഷ്യൻ്റെ വീടാണ്, കൊട്ടാരമാണെന്ന് പറഞ്ഞു. ആഹാ, ഇത് സ്വതന്ത്രനായ ഒരു മനുഷ്യൻ്റെ കൊട്ടാരമാണല്ലേ, ഇതിൽ ഒരടിമയുടെ അടയാളങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ അടിമകളല്ലേ മനുഷ്യരൊക്കെ, ആ അടിമത്തം, അള്ളാഹുവിൻ്റെ ഒരു അടിമത്തൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ എന്നും പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോയി. ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അവിടെ മുതൽ മനസ്സിന് മാറ്റമുണ്ടായതാണ്. ചില ആളുകൾ വീട്ടിൽ കയറി ഇറങ്ങിപ്പോയാൽ മതിയാവും, ചില ആളുകൾ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു നിന്ന് പോയാൽ മതിയാവും ചില ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടാൻ. മഹാനോട് വേലക്കാരി പെണ്ണ് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞു, ഇതൊരു അടിമയുടെ വീടല്ലല്ലോ, സ്വതന്ത്രൻ്റെ വീടാണല്ലേ, അള്ളാഹിൻ്റെ അടിമകളുടെ ഒരു അടയാളൊന്നും ഈ വീട്ടിലും പരിസരത്തൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. അതാര് പറഞ്ഞു? ഇന്നാലിന്നാൾ ഇതിൽ പോയി എന്ന് പറഞ്ഞു. ആ ആളെയും അന്വേഷിച്ച് ചെരുപ്പൂരി ഓടിയതാണ് പിന്നിലെ. പിന്നെ അദ്ദേഹം ജീവിതത്തിൽ ചെരുപ്പ് ധരിച്ചിട്ടില്ല. അതിൻ്റെ പേരിലാണ് ബിശ്റുൽ ഹാഫി, ചെരുപ്പില്ലാതെ നടന്ന ബിശ്ർ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടാൻ കാരണം. പിന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത്, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. പിന്നെ വളരെ സൗമ്യനായ ലളിതമായ ജീവിതം നയിച്ച് ആരിഫീങ്ങളുടെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയ മഹാൻ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കാലക്കാരനാണ്. അപ്പോൾ അവ്വൽ ഖുറൂനിൽ കഴിഞ്ഞു പോയവരാണ്. ആരെങ്കിലും സൂക്ഷ്മതയുടെ മസ്അല ചോദിച്ചാൽ പറയും, എന്നോട് വറഇൻ്റെ മസ്അല ചോദിക്കുകയോ അത് ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങളുടെ വീട്ടിൽ പോയി ചോദിച്ചോളൂ, അവിടെയാണ് അതൊക്കെ ഉള്ളത് എന്ന് പറയും. അങ്ങനത്തെ മഹാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അയാളെ വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക്. ഇദ്ദേഹത്തിൻ്റെ 2 മക്കളെ കൊല്ലാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു, എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. അദ്ദേഹത്തോട് ചോദിച്ചു, ബിശ്ർ ഇബ്നുൽ ഹാരിസ്, നിങ്ങളുടെ 2 മക്കളെവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഹുമാ ഫീ ബൈതി. മരിക്കാണ്, എൻ്റെ മക്കൾ കൊല്ലപ്പെടും. അപ്പോൾ ആദ്യമേ ഒരു ഇസ്തിർജാ ചെയ്തു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ 2 മക്കളും ഇപ്പോൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. ഹജ്ജാജ് യൂസുഫ് പറയാ, നിങ്ങളാ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കളെ ഞാൻ കൊല്ലാതെ വിടുകയാണ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒരു വാപ്പയും മക്കൾ അവിടെ ഉണ്ട് എന്ന് എങ്ങനെ പറയാ? വാപ്പ അട്ടത്തുകൂടെ ഇല്ല എന്നല്ലേ പറയല്. അപ്പോൾ എൻ്റെ മക്കൾ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ആ സത്യസന്ധതക്ക് ഞാനിതാ മാപ്പ് തരുന്നു, അഫൗതു അൻഹുമാ എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഈ 2 മക്കളെക്കുറിച്ച് വാപ്പയോട് പറഞ്ഞത് ചരിത്രത്തിൽ കാണാൻ കഴിയും. സത്യമാണ്. سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين.
കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 2 കാര്യമാണ് എൻ്റെ തൗബയുടെ ഭാഗമായി ഞാൻ ചെയ്തത്. ഒന്ന്, എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹു തന്നു നബിയേ. അത് പറഞ്ഞപ്പോൾ നബി, മുഴുവൻ വേണ്ട കഅബേ, നിങ്ങളുടെ കുടുംബത്തിന് ബാക്കി വെച്ച് മിച്ചമായത് മതി അള്ളാഹുവിന്. പിന്നെ ഞാൻ പറഞ്ഞു, നബിയേ, ഞാൻ സത്യമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി പറയൂല, സത്യമേ പറയൂ. അള്ളാഹുവിൻ്റെ ഹബീബിനോട് എനിക്ക് കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ 50 ദിവസത്തെ ഒരു ആശ്വാസം എനിക്ക് കിട്ടിയേക്കാം. അത് കഴിഞ്ഞാൽ എനിക്ക് നരകമല്ലേ ഉണ്ടാവുക, അള്ളാഹു എന്നെ ശിക്ഷിക്കൂലേ. ഞാൻ നുണ പറഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹു അറിയിച്ചു കൊടുക്കുമായിരുന്നില്ലേ? അവർ ചോദിച്ചു, ലിമയാ കഅബ്, എന്തിനാണ് കഅബേ നിങ്ങൾ നബിയോടന്ന് സത്യം പറഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ സൂറത്തു തൗബയിൽ? സയഹ്ലിഫൂന ബില്ലാഹി ലക്കും ഇദൻ ഖലബ്തും ഇലൈഹിം ലിതുഅരിദൂ അൻഹും ഫഅരിദൂ അൻഹും ഇന്നഹും റിജ്സ്. നിങ്ങൾ മദീനത്തേക്ക് തിരിച്ചു ചെന്നാൽ നബിയേ, അങ്ങയോടും സ്വഹാബിമാരോടും മുനാഫിക്കുകളായ ആളുകൾ നുണ പറയും, അല്ലാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറയും, വല്ലാഹി എന്ന് പറഞ്ഞ് പച്ച നുണ പറയും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതിരിക്കാൻ അങ്ങ് അവരിൽ നിന്ന് മുഖം തിരിച്ചോളൂ നബിയെ. അവർ നജസാണ്, മാലിന്യമാണ്, റിജ്സുൻ. കാരണം ഹൃദയവിശുദ്ധിയില്ല. വമഅവാഹും ജഹന്നം ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത തിന്മകൾക്ക് പകരം നരകം അവർക്ക് അനുഭവിക്കേണ്ടി വരും. നരകശിക്ഷയാണ്. ഞാൻ നുണ പറഞ്ഞാൽ അതല്ലേ എനിക്കും സംഭവിക്കുക. യഹ്ലിഫൂന ലക്കും ലിതർളൗ അൻഹും. നിങ്ങൾ അവരെക്കുറിച്ച് തൃപ്തിപ്പെടാൻ നിങ്ങളോടവർ സത്യം ചെയ്തു പറയും, വല്ലാഹി ഞാൻ ഈ വന്നത് ഇതിനാണ്, വല്ലാഹി ഞാൻ വന്നത് ഇതിനാണ് എന്ന് പറയും. യാ അല്ലാഹ്, ഫഇൻ തർളൗ അൻഹും, അങ്ങനെ സത്യം ചെയ്തു പറഞ്ഞ് നിങ്ങൾ അവരെ തൃപ്തിപ്പെട്ടാലും ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. തിന്മ ചെയ്യുന്ന ഈ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടില്ല നബിയേ. തിന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല നബിയെ. അല്ലാഹു സത്യസന്ധരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഉലൈകല്ലദീന ഹദല്ലാഹ്, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. അവരല്ലാഹുവിൻ്റെ സന്മാർഗം സിദ്ധിച്ചവരാണ്, നിങ്ങൾ അവരുടെ കൂടെ ചേരേണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും നമ്മെ സംബന്ധിച്ച് സത്യസന്ധരായിരുന്നു എന്ന് പറയപ്പെടുന്നതാണ് ദുന്യാവിലെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഇട്ടേച്ചു പോകാൻ ഇവിടെ ബിൽഡിങ്ങോ തോട്ടങ്ങളോ വില്ലാ കൂട്ടങ്ങളോ നിങ്ങളുടെ മുമ്പിൽ കച്ചവട സ്ഥാപനങ്ങളോ ഒന്നും നിങ്ങളുടേതായി ബാക്കിയില്ലെങ്കിലും, കച്ചവടം ചെയ്ത് പൊളിഞ്ഞ ആളായിരിക്കാം, നഷ്ടം സംഭവിച്ച ആളായിരിക്കാം. ചിലത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഖളാ ഇല്ലെങ്കിൽ പരിശ്രമങ്ങൾ നടന്നേക്കും, പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ ഇല്ലെങ്കിൽ പരാജയപ്പെടും. സമ്പത്ത് ഒന്നും ബാക്കി വെക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണെങ്കിൽ തന്നെയും സൽപ്പേര് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ സൽപ്പേരാണ്. ജീവിതത്തിൻ്റെ ഒരു കാലം ഒരുപക്ഷെ നമ്മൾ അള്ളാഹുവിനറിയാതെ ജീവിച്ചു പോയേക്കാം, പക്ഷെ പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞില്ലേ, അവസാന കാലം എങ്ങനെയുണ്ട്? അങ്ങനെ അത് അള്ളാഹു നോക്കുക. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലം നിങ്ങൾ എന്തു ചെയ്തു എന്നിടത്താണ് നിങ്ങളെക്കുറിച്ചുള്ള വിധിയെഴുത്ത് നടത്തുന്നത്. അതുകൊണ്ട് ബാക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് സൽപ്പേരാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഒരു മയ്യത്ത് കടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ മയ്യത്തിനെ നോക്കി പറഞ്ഞു അത്രേ, മുസ്തരീഹുൻ ഔ മുസ്തറാഹും മിൻ. മുസ്തരീഹുൻ, ഈ പോകുന്ന മയ്യത്ത് ഒന്നുകിൽ ആശ്വസിക്കാനാണ് ഖബറിലേക്ക് പോകുന്നത്, ഔ അല്ലെങ്കിൽ മുസ്തറാഹും മിൻഹു, ഇയാളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് സമാധാനം കിട്ടിക്കാണും.
ഒരാൾ മരിച്ചു പോകുമ്പോൾ സമാധാനം കിട്ടിക്കാണും. ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ആളുകളോട് ചോദിക്കും, അല്ല ഇതിനെന്താ പരിഹാരം? എന്താ ചില ആളുകളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? എന്താ ചില ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണത്? എന്താ ചില ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മഹാന്മാരായ സാധുമാരോട് ചർച്ച ചെയ്യുമ്പോൾ മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻ, ഈ രണ്ടാലൊന്നായി കിട്ടലല്ലാതെ ഇതിന് പരിഹാരമല്ല എന്ന് പറയും. ഒന്നുകിൽ നമ്മൾ പോകണം, അല്ലെങ്കിൽ അയാൾ പോകണം, എങ്കിലേ ഈ വിഷയത്തിൽ പരിഹാരമാവുള്ളൂ. ചില ആളുകളുടെ ജന്മം, ചില ആളുകൾ ജീവിച്ചിരിക്കുന്നത് തിന്മയായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഫലം. അത് ഭയങ്കര അപകടമാണ്. ജനങ്ങളിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് മിഫ്താഹുൽ ലിൽ ഖൈർ, നന്മയുടെ താക്കോലുകളാണ്. അവരെന്ത് ചെയ്യുന്നതും പറയുന്നതും നന്മയാണ്. ചില ആളുകൾ മിഗ്ലാഖുൽ ലിൽ ഖൈർ, നന്മകളുടെ പൂട്ടുകളാണ്. അവർ നന്മ ചെയ്യൂല. ചെയ്യുന്ന നന്മകളെ പൂട്ടാനേ അവരെ കൊണ്ട് കഴിയുള്ളൂ. നന്മ ചെയ്യാൻ അവരുണ്ടാവില്ല. നന്മ ചെയ്തതിന് അവർ പൂട്ടിക്കളയും. അത്തരം അവസ്ഥകൾ ഒരു മുഅ്മിന് വരുന്നത് എത്ര ദാരുണമാണ്, എത്ര മോശമാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലേ പറയാ, നല്ലൊരു നന്മ ചെയ്തപ്പോൾ ആ നന്മയെ ഇല്ലായ്മ ചെയ്ത മനുഷ്യനാണ്, ഒരു നന്മയെ പുച്ഛിച്ചവനാണ്, ഒരു നന്മ വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിതം നഷ്ടമായില്ലേ? എന്തിന് പിന്നെ ജീവിച്ചിരിക്കണം? എന്തിന് ജീവിക്കണം? മുസ്തരീഹുൻ, അതുകൊണ്ട് മരിച്ചു പോകുന്ന സർവ്വ ആളുകളും രണ്ടാലൊരവസ്ഥയിലാണ്. ഒന്ന് മുസ്തരീഹുൻ, അവർ വിശ്രമിക്കാൻ പോവുകയാണ് ഖബറിലേക്ക്. ഔ മുസ്തറാഹും മിൻഹു, സ്വഹാബിമാർ ചോദിച്ചു, നബിയെ ആരാണ് അൽ മുസ്തറാഹു മിൻഹു? നബി തങ്ങൾ പറഞ്ഞു, അൽ അബ്ദുൽ മുനാഫിഖ്, ഈമാനുണ്ട് എന്ന പ്രത്യക്ഷത്തിൽ കാണിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കപടവിശ്വാസം കൊണ്ടു നടക്കുകയും ചെയ്ത്, അവിൽ കാഫിറു, അല്ലെങ്കിൽ ദൈവനിഷേധവും നാസ്തികവാദവും കൊണ്ട് നടക്കുന്ന ആളുകൾ. തസ്തരീഹു മിൻഹുൽ ബിലാദു വൽ ഇബാദ് വശ്ശജറു വദ്ദവാബ്, അവർ മരിച്ചുപോയാൽ അവരുടെ വിഷം ചീറ്റുന്ന വാക്കുകൾ, എഴുത്തുകൾ, പോസ്റ്റുകൾ, ലൈവുകൾ, ഇത് നിൽക്കൂലേ? അപ്പം മനുഷ്യർക്ക് ആശ്വാസമായി, ജന്തുക്കൾക്ക് ആശ്വാസമായി, വൃക്ഷങ്ങൾക്ക് ആശ്വാസമായി, നാടിന് ആശ്വാസമായി. അങ്ങനത്തെ ആളുകളുണ്ട്. എന്തുകൊണ്ട്? വിശുദ്ധമായ നബി തങ്ങൾ പറയുമായിരുന്നു, ചില സസ്യങ്ങൾ പറയുമത്രേ, ഒരാൾ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതിരിക്കാൻ കാരണം ഇയാളാണ്. മുനിഅനൽ ഖത്ഫ് മിനസ്സമാ മിൻ അജലി ഹാദാ, ഈ മരിച്ചുപോയ മനുഷ്യന്റെ കർമ്മങ്ങൾ കാരണമാണ് ഈ നാട്ടിൽ മഴ പെയ്യാതിരുന്നത്. അയാൾ മരിച്ചുപോയില്ലേ, ഞങ്ങൾക്ക് ആശ്വാസമായി, അള്ളാന്റെ മഴ കിട്ടുമല്ലോ എന്ന് ജന്തുജാലങ്ങൾ പറയുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഓർത്തു വെക്കുക. 4 സെന്റ് ഭൂമി നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഓഹരി വെക്കാൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടണ്ട. അവർക്ക് ഓരോരുത്തർക്കും വീട് വെക്കാനുള്ള സ്ഥലം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വെക്കുക. സമ്പത്ത് അവർക്ക് ഓഹരി വെക്കാൻ പറ്റിയില്ലെങ്കിലും ഉപ്പ ഒരു അഭിമാനിയായിരുന്നു. ഉപ്പ ഒരു പിടിച്ചുപറിക്കാരനല്ല. ഉപ്പ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഉപ്പ ആരോടും നുണ പറഞ്ഞിട്ടില്ല. ഉപ്പ സാധുവാണ്, ഒരുപാട് പരിശ്രമിച്ച ആളാണ്. പക്ഷേ എന്തോ അള്ളാഹുവിൻ്റെ ഫضല് അവർക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ പിതാവ് ഒരു നുണ പറയുന്ന ആളായിരുന്നില്ല, വഞ്ചകനായിരുന്നില്ല എന്ന് നമ്മുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇട്ടേച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്, നമ്മുടെ അനന്തര സ്വത്ത്, മീറാത്ത്, ആ ഒരു സൽപ്പേരാണ് എന്ന് ഒരു മുഅ്മിൻ മനസ്സിലാക്കണം. മറന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് വേണ്ടി സത്യസന്ധമായ ചില ആലോചനകളുണ്ടെങ്കിൽ, സത്യസന്ധമായ ചില ചിന്തകളുണ്ടെങ്കിൽ അല്ലാഹു അതിന് പ്രതിഫലം നൽകും എന്നതിൻ്റെ ഉദാഹരണമാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. വമഹ്തസ്സ അർശുല്ലാഹി മിൻ അജലി ഹാലികിൻ സമിഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ അബി അംരി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, സഅദ് എന്നവരാരാണെന്നറിയുമോ? അൻസ്വാരികളിലെ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകളിലെ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അൻസ്വാരികളിലെ സിദ്ദീഖാണ് ആര്? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയം
നമ്മൾ കൃത്യമായി 2 മണിക്കൂറിൽ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ